പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഫറോസ ഹോറിസോൺ 5. എൻ്റെ പോയിന്റ് ഷിൻചാനെ, നിന്നോട് എത്ര വട്ടം പറയണം? എടാ അത് ഫറോസ അല്ല, ഫോർസ ഹോറിസോൺ 5. ആണ്ണാ, ഇനി ഞാൻ തെറ്റിക്കില്ലേ? ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഫോർസ ഹൊറിസോൺ 5. ഇന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന വണ്ടി കണ്ടില്ലേ? ഇത് പോർഷെ ടൈക്കാനാണ്. ഇത് പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടിയാ. നമ്മൾ ഇതുവരെയ്ക്കും ഇലക്ട്രിക് വണ്ടി കൊണ്ടുവന്നിട്ടില്ല. ഇന്നപ്പോൾ നമ്മൾ ഈ വണ്ടി വെച്ചിട്ടാണ് കളിക്കാൻ പോണേ. അതെ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് വണ്ടി വെച്ചാൽ കളിക്കാൻ പോണേ. ഈ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഒരു 400 വരെയൊക്കെ പോവും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി വെച്ചിട്ട് ഒരു ജംപ് ടെസ്റ്റ് നടത്താം. അണ്ണാ, ഈ വണ്ടിയുടെ എക്സോസ്റ്റ് കേടായ, സൗണ്ടൊന്നും വരുന്നില്ലല്ലോ. തീരെ സൗണ്ടില്ലേ? എടാ ഷിൻചാനെ, ഇതൊരു ഇലക്ട്രിക് വണ്ടിയാ, ഇതിന് സൗണ്ടില്ല. ഒരു ഈ എന്ന് പറഞ്ഞ സൗണ്ട് വരിക. അത് മാത്രമല്ല, ഈ വണ്ടി ഒരു മോട്ടറിലാണ് ഓടണേ, അതുകൊണ്ട് എക്സോസ്റ്റിൻ്റെ ആവശ്യമില്ല. അത് ശരി, അങ്ങനെയാണല്ലേ. എന്നാലും സൗണ്ട് ഇല്ലെങ്കിൽ ഒരു രസവുമില്ല. മുന്നത്തെ വണ്ടിയിലൊക്കെ പടക്കം പൊട്ടണ പോലെ ഇരുന്ന സൗണ്ട്. എന്തെങ്കിലും ആവട്ടെ, അടുത്തത് നമുക്ക് പെട്രോൾ വണ്ടി കൊണ്ടുവരാം. ആടാ ഷിൻചാനെ, അതൊക്കെ നമുക്ക് അന്നേരം നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ വണ്ടിയിൽ അത് ജംപ് ടെസ്റ്റിൽ പാസ്സോ ഫെയിലോ എന്ന് നോക്കി നോക്കാം. ഓ, അതേതാ വണ്ടി? നല്ല സൗണ്ട് ആയിരുന്നല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഈ വണ്ടിക്ക് പിന്നെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ. 400ൻ്റെ മേലെ പോയി. ഈ വണ്ടി ഇപ്പോൾ ജംപ് ടെസ്റ്റിൽ പാസ്സാവേണ്ടതാണ്. എത്തില്ലേ? ഓ, നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടാ. വെള്ളത്തിൽ ചെറുതായിട്ട് ടച്ച് ആയിട്ടുണ്ട്. എന്നാലും പാസ്സായി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വെള്ളത്തിലാണ് ലാൻഡായി. അണ്ണാ, നമ്മുടെ വണ്ടി ആകെ തവിടുപൊടിയല്ലോ. ബാക്കിലത്തെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞു. ആ, അത് സീനില്ല. അത് നമുക്ക് ഏതെങ്കിലും ഒരു റേസിൽ കയറിയാൽ മതി, അന്നേരം അത് തന്നെ റിപ്പയർ ആയിക്കോളും. എടാ ഷിൻചാനെ, ഈ ഭാഗത്തായിട്ട് ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പറ്റിങ്ങ അതിൽ കയറാം. ഓ, അത് അടിയിലായിരുന്നു കേട്ടാ. നമ്മൾ ചാടി അപ്പുറത്തേക്ക് എത്തി. ഓക്കെ, ഇതാണ് ആ റേസ്. ഈ റേസിൽ 3 ലാപ്പ് ഉണ്ട്. ആ, അത് കുഴപ്പമില്ല, നമുക്കിതിലങ്ങ് കയറാം. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ടായിക്കാണ്. ഈ റേസിൽ ജയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കൂട്ടത്തിലേ എൻ്റെ വണ്ടി മാത്രമേ ഇലക്ട്രിക് ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും പെട്രോൾ വണ്ടിയാണ്. അതിൻ്റെയാണ് സൗണ്ട് കേൾക്കണേ. എൻ്റെ വണ്ടിയിൽ സൗണ്ടൊന്നുമില്ല. എന്താ ചെയ്യുക? എൻ്റെ വണ്ടിക്ക് പിന്നെ സ്പീഡുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ റേസിൽ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഞാൻ 5ാമത്തെ പൊസിഷനാണ്. ഈ റേസിൽ ഞാനാണ് വണ്ടി ഓടിക്കുക. അടുത്ത റേസിൽ ഷിൻചാൻ വണ്ടി ഓടിക്കും. അണ്ണാ, ഇന്നെന്തെങ്കിലും നടക്കുമോ? നമ്മളിപ്പോൾ 8ാമത്തെ പൊസിഷനിലാ. എടാ ഷിൻചാനെ, ധൃതി പിടിക്കല്ലേ, സമയമുണ്ട്. നമുക്ക് എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യാം. ഈ റേസിൽ പിന്നെ 3 ലാപ്പ് ഉണ്ട്. ഇതൊരിക്കും ഒരു ലാപ്പ് പോലും കംപ്ലീറ്റ് ആയില്ല. ഇനിയും 2 ലാപ്പും കൂടി ബാക്കിയുണ്ട്. അണ്ണാ, ഒരു ലാപ്പ് കഴിഞ്ഞു. ഇതെന്തത് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇടിക്കണ്ടല്ലോ. എടാ ഷിൻചാനെ, ഈ വണ്ടിക്ക് വല്ല കൺട്രോളൊന്നുമില്ല, സ്പീഡ് മാത്രമുള്ളൂ. എത്ര വളയ്ക്കാൻ ശ്രമിച്ചിട്ടും ഇത് വളയണില്ല. ഇതേ കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ 2ാമത്തെ പൊസിഷനാണ്. ആദ്യം പോണ ആളെ വെട്ടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ഈ റേസിൽ ഫസ്റ്റ് അടിക്കണം. അവൻ എന്ത് സ്പീഡിലാണ് പോയേ? അവനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഈ വണ്ടിയാണെങ്കിൽ വളച്ചിട്ട് വളയണൂല. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ 2ാമത്തെ ലാപ്പ് കഴിഞ്ഞേക്കാണ് കേട്ടാ. ഇപ്പോൾ 3ാമത്തെ ലാപ്പും കഴിയാറായി. എനിക്കവനെ ഇതുവരെയ്ക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഞാനങ്ങനെ ഓവർടേക്ക് ചെയ്തേക്കാണ്. ഷേ, അവൻ്റെ കടന്നു പോയി. ഈ റേസിലപ്പോൾ നമ്മൾ സെക്കൻഡ് അടിച്ച്. നമ്മൾ ആദ്യമായിട്ടും സെക്കൻഡ് അടിക്കണേ. അതുവരെയ്ക്കും നമ്മൾ ഫസ്റ്റ് മാത്രമേ അടിക്കാറുള്ളൂ. അത് പിന്നെ ഞാൻ ഈസിയിലാണ് കളിക്കാറ്. ഇപ്രാവശ്യം ഞാൻ മീഡിയമിലാണ് ഇട്ടേക്കണേ. എന്തെങ്കിലും ആവട്ടെ, സെക്കൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും ഈ റേസിൽ ജയിച്ചു. ഇവിടെ പിന്നെ ഒരു വീൽ സ്പിൻ ഉണ്ട്. എന്തൊക്കെ കിട്ടാന്ന് നമുക്ക് നോക്കി നോക്കാം. ആ, തീട്ടം. ഒരു മിനിറ്റ്,
ഇവിടെ വേറെ 2 വീൽ സ്പിൻ ഉണ്ട്. ഇതിൽ നിന്ന് എന്തുട്ടോ കിട്ടാമെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഒരു കാറ് കിട്ടിയിട്ടാ. മെർസിഡസിൻ്റെ E63 ആ വണ്ടി നൈസ് വണ്ടിയാ. ഒരു സ്പിന്നും കൂടിയും ബാക്കിയുണ്ട്. ഇപ്രാവശ്യം നമുക്ക് പൈസ കിട്ടിയേ, കുറച്ചധികം പൈസ കിട്ടിയിട്ടുണ്ട്. ഒരു കാറ് മിസ്സായിട്ടാ, നിസാൻ GTR 73. ഒരു പഴയ വണ്ടിയാ. അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തോളാം. ഇവിടെ ഇനി വീൽ സ്പിനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നമുക്കിനി അടുത്ത റേസിൽ കയറാം. നേരത്തെ പിന്നെ ഞാനാണ് വണ്ടി ഓടിച്ചത്. അടുത്ത റേസിൽ ഷിൻചാനും വണ്ടി ഓടിക്കുക. എടാ ഷിൻചാനെ, നീ റെഡിയല്ലേ? ഇവിടെ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു സ്ട്രീറ്റ് റേസാ. ഞാൻ റെഡിയാണ്. ലെറ്റ്സ് ഗോ. ഇവിടെ ഇങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എടാ ഷിൻചാനെ, അങ്ങോട്ട് നോക്കിയേ, അവിടെ കോണിസെക്കൻ്റെ വണ്ടി ഉണ്ട്. ഈ റേസിലപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ റേസ് ടഫാണ്. ഏയ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇതെന്തത്? വണ്ടി അപ്പുറത്തെ പറമ്പിൽ പോയില്ലോ. ഈ വണ്ടിക്ക് തീരെ കൺട്രോളില്ല, വളച്ചിട്ട് വളയണില്ലല്ലോ. അതല്ലടാ ഷിൻചാനെ, ഞാൻ നേരത്തെ പറഞ്ഞേ, ഈ വണ്ടിക്ക് തീരെ കൺട്രോൾ ഇല്ലെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഈ റേസ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 3rd പൊസിഷനിൽ എത്തിയാൽ മതി. അന്നേരം നമ്മൾ ഈ റേസ് ജയിക്കും. ഇപ്പോൾ നമ്മൾ 7ാമത്തെ പൊസിഷനാണ്. 3rd എത്താൻ നോക്ക്. മുമ്പിൽ ഒരു കോണിസക്ക് പൂവുണ്ട്. ആടെ ഷിൻചാനെ, നൈസ്. അവനിങ്ങനെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്തേക്കാണ്. ബാക്കിയുള്ളവരെയും ഓവർടേക്ക് ചെയ്യണം. അയ്യോ, അതെ അവൻ കയറിപ്പോയില്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയേക്കാണ് കേട്ടാ. എടാ ഷിൻചാനെ, ഇത് നല്ലൊരു ചാൻസാണ്. എല്ലാത്തിനും ഓവർടേക്ക് ചെയ്തേക്ക്. ഹൈവേ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, നിനക്ക് സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. നീ അപ്പുറത്തെ സൈഡിൽ കൂടെ പോ. നമ്മളിപ്പോൾ 2ാമത്തെ പൊസിഷനിലെത്തി. ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്ക്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആടാ ഷിൻചാനെ, നൈസ് മോനെ. ഇനി അങ്ങോട്ട് പിടച്ചിട്ടോ. അയ്യോ, പൂവല്ലേ. സീനില്ല. വേഗം വിട്ടോ. ഈ റേസ് കഴിയാറായി. നമ്മളത് ഫിനിഷ് ലൈനിലെത്താറായി. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ റേസിൽ ഫസ്റ്റ് അടിച്ചേക്കാം. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.